ഡയറക്ടർമാരിലുള്ള ഒരാളായിരിക്കുന്ന റവറൻഡ് ജോർജ് എൻ എബ്രഹാം നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ജോർജ് ആനിഷ് വന്ദനം അറിയിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായ ദേവദാസന്മാർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രാജുവേഷന്റെ സർവീസിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അധ്യാപകർക്കായി കർത്താവിന് സ്തോത്രം. ഗ്രാജുവേറ്റ് ചെയ്തതായ സ്റ്റുഡൻസിന്റെ സഹോദരന്മാർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഫിലദൽഫിയയിൽ നിന്നും ഫ്ലോറിഡയിൽ നിന്നും വന്ന ദേവദാസന്മാർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവം നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്, ഒരു സെറിമണിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശാലയം ബൈബിൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഡെഡിക്കേഷനാണ്. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വയലുകളിലേക്ക് ഇറങ്ങിപ്പോവുക എന്നുള്ള ആ തീമും ആ സമയവും എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ ഇവിടെ താമസിച്ച് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് അഹോരാത്രം അധ്വാനിക്കുന്ന പ്രിയ ദൈവദാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം എന്നിൽ വളരെ സ്പർശിച്ചു. കർത്താവിന് സ്തോത്രം. നിത്യത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പിതാവും മാതാവും ഇന്നിവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിച്ചു പോയി. കർത്താവിന് സ്തോത്രം. ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം മുതൽ മുടക്കിയതും അധ്വാനിച്ചതും ഇതിനെ ഈ നിലയിൽ ആത്മദർശനത്തിൽ കണ്ടതും ഞങ്ങളുടെ പിതാവാണ്. കർത്താവിന് സ്തോത്രം. ഒരു ദിവസം വൈകുന്നേരത്ത് ഈ താഴെ ആ റോഡ് സൈഡിലുള്ള ആ തെങ്ങിന്റെ ചുവട്ടിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഞാൻ സന്ധ്യ മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചെന്നു. ചെന്നതായ സമയത്ത് ഈ ഭാഗത്തെല്ലാം കപ്പയൊക്കെ നട്ട് വാഴയൊക്കെ നട്ട് കൃഷികളാണ്. ആ വീട് അതിന്റെ പകുതിയേ ഉള്ളൂ. അന്ന് ആ ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ജോർജെ, ഈ സ്ഥലത്ത് ഒരു ബൈബിൾ സ്കൂള് ആരംഭിക്കണം. അന്ന് ഞാൻ എഴക്കാട് സഭയുടെ പാസ്റ്ററും വിക്ടോറിയ കോളേജിലെ ജോലിയുള്ള ആളാണ്. കർത്താവിന് സ്തോത്രം. പ്രിയ പിതാവ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. കാരണം വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സംരംഭമാണ് പിതാവെന്ന് പറഞ്ഞത്. അദ്ദേഹം എന്നോട് ഒരു വാക്ക് ചേർത്ത് പറഞ്ഞു, ഇതാ നീ അങ്ങോട്ട് നോക്കിക്കേ. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഭാഗങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിച്ചു. കർത്താവിന് സ്തോത്രം. അദ്ദേഹം അത്രയും എന്നോട് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ 5.5 ഏക്കർ സ്ഥലവും ഇതിനുവേണ്ടി സംഭാവനയായ അല്ലെങ്കിൽ സമർപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ്. കർത്താവിന് സ്തോത്രം. വളരെ കഷ്ടപ്പെടുകയും സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതുവാൻ പോലും അത്ര വിദ്യാഭ്യാസമില്ലാതിരുന്ന ഞങ്ങളുടെ പിതാവിന്റെ ഹൃദയത്തിൽ വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹൂസ്റ്റണിലുള്ള ഞങ്ങളുടെ മൂത്ത സഹോദരൻ റവറൻഡ് എബ്രഹാം ജേക്കബ്, പുഷ്പമാമ, അവരുടെ മക്കൾ ബെന്നി, എബി, ബോബി, ഡാളസിൽ താമസിക്കുന്ന പ്രിയ ഇവാഞ്ചലിസ്റ്റ് എബ്രഹാം തോമസ്, ഞങ്ങളുടെ കുഞ്ഞിന്റെ ഭാര്യ പൊടിമോള് ഫേബ പ്രിൻസ്, ഞങ്ങളുടെ ഇളയ അനിയൻ ജോൺസൺ എബ്രഹാം, കൊച്ചുമോള് ക്രിസ് ചാൾസ്, ഇവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മൂത്ത സിസ്റ്റർ മോളിയമ്മ, പ്രിയ തമ്പിച്ചായൻ, അവരുടെ മക്കള്, പ്രിയ കുഞ്ഞമ്മ, അതുപോലെ ജോയ്ചാൻ, അതുപോലെ സൂസൻ, ബിനോയ്, അവരുടെ മക്കള്, അവരുടെ പേരൻസ്, നിത്യത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ ഏലമ്മയുടെ തോമസ് കുട്ടിയുടെ മക്കൾ പോൾസൺ, നെൽസൺ, അവരുടെ ഭാര്യമാർ, ഇവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവരെല്ലാവരും ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. കർത്താവിന് സ്തോത്രം. ചില മണിക്കൂർക്ക് മുമ്പ് ഞാൻ ഇവരിൽ ചിലരെ ഫോൺ ചെയ്ത് ഇവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് വളരെ സന്തോഷത്തോടെ അവിടെ രാത്രിയാണ്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കൂടാതെ ഡാളസിലുള്ള അനേക ദൈവമക്കൾ, ഡാളസ് IPC ബ്രോനുള്ള ദൈവമക്കൾ, അതുപോലെ ഡാളസ് പെന്തിക്കോസ്തുള്ളതായ ദൈവമക്കൾ പലരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന മൈലുകൾ രാവിലെ ബസ്സിൽ യാത്ര ചെയ്ത്, കർത്താവിന് സ്തോത്രം. ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് ഞാൻ ചോദിച്ചു, ഇവിടേക്കുള്ള ടിക്കറ്റ് അദ്ദേഹം പറഞ്ഞു 85 രൂപയാണ് വൺ വേ ടിക്കറ്റ്. കർത്താവിന് സ്തോത്രം. 85 രൂപ വൺ വേ ടിക്കറ്റ് കൊടുത്ത് ബസ്സിൽ രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുന്ന അധ്യാപകര്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഇതിനുവേണ്ടി കഷ്ടം സഹിച്ചും ത്യാഗം സഹിച്ചും എന്തിനാണ് ദൈവനാമം ഇവിടെ ഉയർത്തപ്പെടുവാനായി. കർത്താവിന് സ്തോത്രം. നമ്മളുടെ തീം
വളരെ നല്ല ഒരു തീമാണ്. എൻ്റെ പിന്നാലെ ഫ്ലോറിഡയിൽ വന്ന കർത്താവിന്റെ ദാസൻ സംസാരിപ്പാനുണ്ട്. മറ്റ് പല ശുശ്രൂഷകളോട് ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവ് ഗെത്സമന പൂങ്കാവനത്തിൽ വെച്ചാണ് ഈ കമ്മീഷൻ ശിഷ്യന്മാരെ അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽപ്പീൻ, നാം പോക. റൈസ് അപ്പ്, ലെറ്റ് us going. Let us go. പ്രൈസ് ദി ലോർഡ്. എന്താണ് തനിക്ക് വരുവാൻ പോകുന്ന വലിയ ഒരു കഷ്ടതയെ, ക്രൂശീകരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ ബലം പ്രാപിച്ച അരുമനാഥനാണ് ഉറങ്ങി എഴുന്നേൽക്കുന്ന ശിഷ്യന്മാർക്ക് ആഹ്വാനം കൊടുക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആ ഭാഗം വായിച്ചാൽ ഇപ്രകാരം കാണുവാൻ കഴിയും. ഗെത്സമന പൂങ്കാവനത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ വാചകം എങ്ങനെയാണ്? യേശു പ്രാർത്ഥിക്കുന്നത് ഞാൻ ക്രൂശീകരിക്കപ്പെടുവാൻ റെഡിയാണെന്നല്ല, ഞാൻ ക്രൂശീകരിക്കപ്പെടുവാൻ ഒരുക്കമാണ് പിതാവേ, എന്നെ ക്രൂശിക്കണമെന്നല്ല യേശു പ്രാർത്ഥിക്കുന്നത്. യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം താൻ ഗെത്സമനായിൽ വീണ് പ്രാർത്ഥിച്ചതായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. 3-ാം പ്രാവശ്യം ആ പ്രാർത്ഥനയിൽ നിന്ന് ഉൾക്കൊണ്ട ആത്മബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ അരുമനാഥനായ യേശു, ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി, എഴുന്നേറ്റ് പറയുകയാണ്, എഴുന്നേൽപ്പീൻ, നാം പോകാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, 3 വർഷം സഹോദരന്മാരെ, 3 വർഷം നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചതുകൊണ്ട് വയലേലകളിലേക്ക് പോകുവാൻ കഴിയത്തില്ല. അരുമനാഥനോട് ചേർന്ന് ഗെത്സമന പൂങ്കാവനമുള്ള സ്ഥലത്ത് വീണ് കിടന്ന് കരഞ്ഞാൽ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് വയലേലകളിലേക്ക് പോകുവാൻ കഴിയും. പ്രാർത്ഥിച്ച ആത്മാവിന്റെ ശക്തി പ്രാപിച്ച യേശു പറയാണ്, ലെറ്റ് us go. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസൻ ജോൺ വർഗീസ് പറഞ്ഞതുപോലെ ഇങ്ങനെയാണ്, എഴുന്നേൽപ്പീൻ, നാം പോക. 3 വാക്കുകളേ ഉള്ളൂ ആ കമാൻഡിൽ. ഇതൊരു കമാൻഡാണ്, ഇത് റിക്വസ്റ്റ് അല്ല. കർത്താവിന് സ്തോത്രം. ഇത് ആരാണ് പറയുന്നത് അറിയാമോ? കമാൻഡർ ഇൻ ചീഫ് ആണ്. കർത്താവിന് സ്തോത്രം. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയല്ല, പോയാൽ കൊള്ളാമെന്നല്ല പറഞ്ഞത്. എഴുന്നേൽപ്പീൻ, ദാറ്റ് ഈസ് എ കമാൻഡ്. യു ഹാവ് ടു ഗോ. ഐ ആം വിത്ത് യു. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെയാണ് വരുന്നത്. നാം പോക. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുനാഥൻ അതിനുശേഷം അനുഭവിച്ച കഷ്ടതകൾ ഓരോന്നോരോന്നായി സുവിശേഷകന്മാര് എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, എത്ര സന്തോഷമാണെന്നറിയാമോ? നമ്മൾ ക്രൂശിക്കപ്പെടുവാനല്ല യേശു നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വാളും വടിയുമായി തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വന്നതായ പടയാളികളോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെയെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്, എങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. കർത്താവിന് സ്തോത്രം. തന്റെ ശിഷ്യന്മാരെ എപ്പോഴും സേഫ്റ്റി സോണിൽ നിർത്തിക്കൊണ്ട്, അവർക്ക് ശക്തി പകർന്നുകൊണ്ട്, ദൈവം അവർക്ക് കൊടുത്തതായ കമാൻഡ്, അവരുടെ കമ്മീഷൻ നിയോഗിക്കാനുള്ള ആത്മ നിയോഗമാണ് യേശു അവർക്ക് കൊടുക്കുന്നത്. ുള്ളത് അതൊരു ദൗത്യമാണ്, അത് വിജയമാണ്, അത് പരാജയമല്ല. ആരെല്ലാം മാറിയാലും, ആരും സഹായിച്ചില്ലെങ്കിലും, ഒറ്റയ്ക്കാണെങ്കിലും ഗെത്സമനായിൽ വീണ് കടന്ന് അരുമനാഥനോട്, പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിന്നെ സഹായിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ചരിത്രങ്ങൾ പഠിച്ചാൽ പ്രകാരമുണ്ട്. മോശയെക്കുറിച്ചുള്ള ചരിത്രം പലപ്പോഴും ദൈവാത്മാവ് എനിക്ക് പ്രചോദകമായിട്ട് എന്നോട് ഇടപെടാറുണ്ട്. കർത്താവിന് സ്തോത്രം. മോശ ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. മോശയെ ഞാൻ പറയാം, നീ അവിടെ എത്തിയതല്ല, നിന്നെ ദൈവം അവിടെ എത്തിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അനേകർ ആടുകളെ മേയിച്ച് അനേക സ്ഥലം കൂടി പോകുമ്പോൾ മോശ ആടിനെ മേയിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തിയതാണ്. ഈ ഹോരേബിൽ വെച്ച് ദൈവത്തിന് നിനക്ക് കമ്മീഷൻ ചെയ്യുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ ഹോരേബിൽ എത്തിച്ചത്. ഇന്ന് പകൽക്കാലം ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും യൗവനക്കാരോടും ഞാനൊരു കാര്യം പറയാം. നീ ഇവിടെ എത്തിയതല്ല, ദൈവം നിന്നെ ഇവിടെ എത്തിച്ചതാണ്. ഈ സാലേം
ബൈബിൾ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ ഹൃദയത്തോട് സംസാരിക്കുവാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും പരിശുദ്ധാത്മാവ് തന്റെ സുവിശേഷത്തിന് വേണ്ടി പോകണമെന്ന്, പ്രവർത്തിക്കണമെന്ന് നിന്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതം അതിന് നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ, നിന്റെ സാമ്പത്തിക നിലവാരം അതിനെ നിന്നെ അനുവദിച്ചില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ ഹോരേബിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ദൈവം നിന്നെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഹോരേബിൽ ഇറങ്ങുന്ന അഗ്നി പ്രത്യക്ഷത, അഗ്നി പ്രത്യക്ഷത, അഗ്നി പ്രത്യക്ഷത. ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അഗ്നിയിൽ ഈ പറമ്പിൽ ഇറങ്ങി നിൽക്കുന്ന വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം. കർത്താവിന് സ്തോത്രം. അഗ്നി മേഘസ്തംഭങ്ങളിൽ നമ്മുടെ മധ്യേ ഇറങ്ങി നമ്മളെ കാത്തു സൂക്ഷിച്ച് നമ്മളെ ശക്തീകരിക്കുന്ന അരുമനാഥന്റെ ആത്മാവിന്റെ ശക്തി എതിരുകളെ വകവയ്ക്കാതെ മുൻപോട്ട് പോകുവാൻ ദൈവജനത്തിന്, ദൈവദാസന്മാർക്ക് ശക്തി പകരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മോശെ അവിടെ വെച്ച് ദൈവമുമ്പാകെ തീരുമാനമെടുത്തു. മോശയോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാ, നീ ഫറവോന്റെ അടുക്കൽ പോകണം. ലോകത്തിൽ എവിടെയാണ് നിനക്ക് പോകണ്ടാത്തത്, നീ പോകുവാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം ഏതാണ് എന്ന് മോശയോട് ആരെങ്കിലും ചോദിച്ചാൽ മോശ പറയും, എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം പോകണ്ട, ഫറവോന്റെ അടുത്ത്. ഞാൻ അവിടെ നിന്ന് ഓടി പോന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഫറവോനെ വിട്ട് ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് അവിടെ പ്രവർത്തിപ്പാനോ പോകുവാനോ കഴിയത്തില്ല. അവിടെ ഒഴിച്ച് ഞാൻ വേറെ എവിടെ വേണമെങ്കിലും പോകാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവമായ കർത്താവ് എന്ന് പറയാണ്, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലയക്കും, ഫറവോന്റെ അടുക്കലയക്കും. ഫറവോന്റെ അടുക്കലയക്കുമ്പോൾ ദൈവം പറഞ്ഞെന്നറിയാമോ? പോകുക എന്നല്ല. ആ വാചകങ്ങള് പ്രത്യേകം വായിച്ചാൽ ഇപ്രകാരമാണ്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ആകയാൽ വരിക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ വരിക. ദൈവം ഹോരേബിൽ വെച്ച് മോശയോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവനെ രമ്യപ്പെടുത്തി, അവനെ മാനസികമായും ശാരീരികമായും അതിനുവേണ്ടി സജ്ജമാക്കി, അവനെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് ദൈവം പറയാണ്, ആകയാൽ മോശയെ വരിക. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പ്രവർത്തിക്കണമെന്ന്, സഭകൾ സ്ഥാപിക്കണമെന്ന്, സുവിശേഷം അറിയിക്കണമെന്ന്, നിന്നെ ജോലി വിട്ട് കളഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്ന് ആത്മാവ് നിന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങളാൽ ആ സ്ഥലം വിട്ട് മാറി അതിൽ നിന്ന് ഒളിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹോരേബിൽ ഇറങ്ങിയ അഗ്നി പ്രത്യക്ഷത നിന്നോട് പറയുന്നു, അതെ, ആ സ്ഥലത്തേക്ക് തന്നെ എതിരുകളെ വകവയ്ക്കാതെ പോകുവാൻ ഞാൻ നിന്നെ ശക്തിയോടെ അഭിഷേകം ചെയ്ത് അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പൂർണ്ണ സമയം പഠിച്ച് കർത്താവിന് വേല ചെയ്യുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ 10ലും 12ലും 7ലും പഠിക്കുന്ന കാലങ്ങളിൽ ഞങ്ങള് കോട്ടയത്തായിരുന്നു. കർത്താവിന് സ്തോത്രം. കൺവെൻഷൻ നടന്നാല് അവിടെ ഓട്ടക്കോൾ നടക്കും. ഞാൻ ഈ സമയങ്ങളിൽ അനേക കൺവെൻഷനുകളിൽ പങ്കെടുക്കാറുണ്ട്. നല്ല മ്യൂസിക്, നല്ല പന്തൽ, എല്ലാ നല്ല സൗകര്യങ്ങൾ, അതിഗംഭീരമായ ഉജ്ജ്വല പ്രഭാഷണം. കർത്താവിന് സ്തോത്രം. 100% ആളിൽ 90% ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെങ്കിലും 10 പേർക്കെങ്കിലും എന്താണ് പാസ്റ്റർ പറഞ്ഞെന്ന് മനസ്സിലാകും. അങ്ങനത്തെ ഉജ്ജ്വല പ്രസംഗം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്ന ആ അന്തരീക്ഷത്തിൽ ഞാൻ പലപ്പോഴും വിചാരിക്കും, പഴയ കാലത്തെ ഭക്തന്മാർ, കർത്താവിന് സ്തോത്രം, അവർക്ക് നിഘണ്ടുവും കമ്പ്യൂട്ടറും ഒന്നും പരിചയമില്ലെങ്കിലും അവർ ആ പ്രസംഗത്തിന്റെ അവസാനം 3 പ്രാവശ്യം ഒരു ഓട്ടക്കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിങ്ങനെയാണ്, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹമുള്ളവർ മുൻപോട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു വിഭാഗം മുൻപോട്ട് വന്ന് കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞു പോയാൽ ആ ദേവദാസന്മാർ വീണ്ടും ഒരു ഓട്ടക്കോൾ കൊടുക്കും. രോഗത്താൽ ഭാരപ്പെടുന്നവരോ കടഭാരമുള്ളവരോ മുൻപോട്ട് വരട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അവരെയും മുൻപോട്ട് വിളിച്ച് അവരെ രോഗം സൗഖ്യമാക്കി പ്രാർത്ഥിച്ചു വിട്ടാൽ അടുത്ത ഓട്ടക്കോൾ ഇങ്ങനെയാണ്, കർത്താവിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ, സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ, ദൈവവചനം പഠിപ്പാൻ ആഗ്രഹമുള്ളവർ മുൻപോട്ട് കടന്നു വരട്ടെ. കർത്താവിന് സ്തോത്രം. ഇതുപോലെ കാലം ഇവിടെ ഈ പന്തലിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. നമ്മളാരും ഈ കോളിൽ നിന്ന് വിമുക്തരല്ല, നാം അതിൽ ഉൾപ്പെടുന്നവരാണ്. കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സഹോദരന്മാർ മാത്രമല്ല, ഇവിടെ വന്ന് എല്ലാവരും ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ബാധ്യസ്ഥരാണെന്ന് ഓരോ വലിയ അഗ്നി പ്രത്യക്ഷത വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷമുള്ളവർ കർത്താവിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. യേശുവിനെ ക്രൂശിച്ച പ്രസംഗം മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോസ്തലനായ പത്രോസ്
അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികള് നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ പ്രസംഗം ഇങ്ങനെയാ: കർത്താവിന് സ്തോത്രം, നിങ്ങൾ അവനെ അധർമ്മങ്ങളുടെ കയ്യാൽ ക്രൂശിച്ചു കൊന്നു. അത് മാത്രമല്ല, പത്രോസിന്റെ പ്രസംഗം, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. മരണവാസങ്ങളെ ജയിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം അറിയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഓരോ സ്ഥലത്തും കടന്നുപോയി കർത്താവിന്റെ സുവിശേഷം അറിയിപ്പാൻ, ആസാമിലായാലും കുഴപ്പമില്ല, ബംഗാളിലായാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല, കർത്താവ് നിനക്ക് തരുന്ന ദർശനം അനുസരിച്ച് കടന്നുപോയാൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ ഒരു ദേവദാസൻ എൻ്റെ അടുത്ത് വന്ന് ഒരു സന്തോഷമുള്ള ഒരു വാർത്ത പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവിന് സ്തോത്രം. അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിൽ വന്നതാണ്. ബംഗാളിൽ വന്ന് കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് തിരിച്ച് ഡാൾസിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ജോർജ് പാസ്റ്റർ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയാം. ബംഗാളിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടു. ഞങ്ങളവിടെ കൺവെൻഷന് പോകുമ്പോൾ, ടീം പ്രവർത്തനം പോകുമ്പോൾ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ സൈക്കിൾ എടുത്ത് വെക്കുന്നു, ബാറ്ററി വെച്ച് കെട്ടുന്നു, മൈക്ക് വെച്ച് കെട്ടുന്നു, മൈക്കും കയ്യിൽ പിടിച്ച് സൈക്കിളും തള്ളിപ്പിടിച്ച് സുവിശേഷം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുമ്പേ കടന്നു പോകുന്നു. നല്ല ചുറുചുറുക്കോടെ കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു സഹോദരനെ കണ്ടു. ആ പാസ്റ്റർ അടുത്ത് പോയി ചോദിച്ചു, ബ്രദറിന്റെ പേരെന്താണ്, ഏത് ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്? എനിക്ക് വലിയ അഭിമാനം തോന്നി. ആ ദേവദാസിന് പ്രായം പറഞ്ഞു, പാലക്കാട് ശാലയം ബൈബിൾ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളുടെ ശിഷ്ടമുള്ള ആയുസ് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതിന് എന്ത് ജോലിയാണെന്ന് നിങ്ങൾ അതിന് തരംതിരിവില്ലാതെ ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, ഇത് കർത്താവിന്റെ ശുശ്രൂഷ എന്നുള്ള ആ പൂർണ്ണ സമർപ്പണത്തിലൂടെ അധ്വാനിച്ചാൽ, യേശു പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കർത്താവിന് സ്തോത്രം. ഈ കറുത്ത വേദവസ്തുവൻ ചുമന്നുകൊണ്ട് നടന്നാൽ ചുമട്ടുകൂലി കൊടുക്കാത്തവനല്ല എന്റെ ദൈവം. കർത്താവിന് സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും ധാരാളം അനുഗ്രഹിച്ച് ഈ ലോകത്തിലും വരുന്ന ലോകത്തിലും നന്മ തരുന്ന വരു ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത വർഷം ഇവിടുത്തെ ബൈബിൾ ക്ലാസ് ദൈവം അനുവദിച്ചാൽ എല്ലാ വർഷവും മെയ് മാസത്തിലാണ് തുടങ്ങുന്നത്. ഈ വർഷം ജൂണിൽ തുടങ്ങുന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ആഗ്രഹമുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സഹോദരന്മാരായാലും സഹോദരിമാരായാലും പ്രായമുള്ളവരായാലും കുഞ്ഞായാലും സമർപ്പിച്ച് ദൈവനും പഠിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ഒരു സന്തോഷം കൂടിയുണ്ട്. വടക്കഞ്ചേരിയിൽ ഒരു എക്സ്റ്റൻഷൻ ക്ലാസ് കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒന്നിച്ച് കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. അവിടെയും ഈവനിങ് ക്ലാസ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, സമയം വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ, വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ. നാളെ പ്രഭാതത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ബാങ്കിലുള്ള പണവും നമ്മൾ വെച്ച റബ്ബറും തെങ്ങും ഒക്കെ അവിടെ നിൽക്കും. നാം വാങ്ങിച്ച വാഹനം മുറ്റത്ത് കിടക്കും. പക്ഷേ നമ്മളിൽ പലരും അതൊന്നും അനുഭവിക്കാതെ നമ്മൾ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ, നമ്മളുടെ കയ്യിൽ അവിടെ ചെല്ലുമ്പോൾ വല്ലതെങ്കിലും കാരണമെങ്കിൽ ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് മാത്രമേ നമ്മളുടെ കൂടെ പോരത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സകല മംഗളങ്ങളും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന് മഹത്വം. ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നതായിരിക്കുന്ന ഈ ശാലയം ബൈബിൾ സ്കൂളിൻ്റെയും വടക്കഞ്ചേരിയിലുള്ളതായിരിക്കുന്ന എക്സ്റ്റൻഷൻ ബൈബിൾ സ്കൂളിൻ്റെയും സംയുക്ത ബിരുദദാന ചടങ്ങിൽ സംബന്ധിക്കുവാൻ കർത്താവിനിക്കിടയാക്കിയതിൽ ഞാൻ വളരെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ ഗ്രാജുവേഷൻ സർവീസിൽ സംബന്ധിക്കണമെന്നുള്ള വളരെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ വരുവാനായിട്ട് വളരെ വൈകിയെങ്കിലും വരാനായിട്ടിടയായത്. പാസ്റ്റർ ജോസ് വർഗീസും ഞാനുമായിട്ട് സംസാരിച്ചതായിരിക്കുന്ന സമയത്ത് ഈ ഗ്രാജുവേഷനിൽ സംബന്ധിക്കുവാൻ ഇതിൻ്റെ സമയമെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് ഞാൻ
അമേരിക്കയിൽ നിന്ന് വീട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഡ്രസ് മാറി നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലെയിനിലായിരുന്നു. ഉറക്കമൊന്നും ശരിയായില്ല. ഇവിടെ ഇരുന്നപ്പോഴും ഒന്ന് മയങ്ങി. എന്നാൽ കർത്താവിന്റെ വചനം പഠിച്ച് സുവിശേഷ വയലിലേക്ക് പോകുന്നവർ നാം അവരെ അനുമോദിക്കുകയും അതൊരു സെലിബ്രേഷനായിട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ അത് സംബന്ധിക്കുവാൻ ഇടയാകുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്ക ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടെന്ന് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന വിഷയത്തിലാണ് അവഗാധമായിരിക്കുന്ന അറിവ് അവനുണ്ടായിരുന്നത്. ഏതൊരു കാര്യത്തിനാണ് അവൻ തന്നെ കമ്മിറ്റ് ചെയ്ത് മുൻപോട്ട് പോയത്, അതിനകത്ത് വളരെ വിശ്വസ്തനായിട്ട് പ്രവർത്തിക്കുമ്പോൾ പക്ഷേ അവനില്ലാത്ത ഒന്ന് ദൈവത്തിന്റെ പദ്ധതി അവനിൽ നിവർത്തിച്ചെടുക്കാൻ നൽകുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ സ്വർഗീയമായ ദർശനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായ ദർശനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ വിദഗ്ധനായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ ക്രിസ്തീയവിനാൽ ക്രിയാത്മകമായിരിക്കുന്ന ഒരു പരിപാടിയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുക്കമുണ്ട്, വിശദീകരണമുണ്ട്, അതിനകത്ത് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം ഒരു ലക്ഷ്യമാണ്. അമേരിക്കയില് ഒരു പാസ്റ്റർ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. സഭയില് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങളും കമ്മിറ്റിയിലുള്ള പ്രശ്നമൊക്കെ കണ്ട് ഒരു ദിവസം ജോലി രാജിവെച്ചു. മോർച്ചറിയിൽ ആ ജോലി കിട്ടിയത്. ചില ദിവസം കഴിഞ്ഞ് ഈ പഴയ സഭയിലെ ഒരു വിശ്വാസി ഈ പാസ്റ്ററെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ ഇപ്പോഴത്തെ ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്, യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും മൗനമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പോകുകയാണ്. മൗനമായിരിക്കുന്ന ഒരു ലോകത്തിലേക്കല്ല ദൈവം നിങ്ങളെ അയക്കുന്നത്. പല വിധത്തിലുള്ള ശബ്ദം. മോർച്ചുറിയിലൊക്കെ ജോലിക്ക് പോകും, എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട്. കർത്താവിന് മഹത്വം. ഗ്രഹാമിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെടുവാനായിട്ടിടയായി. ഒരു കൃഷിവലന്റെ മകനായിട്ട് ജനിച്ചു വളർന്നവനാണ്. ആ പട്ടണത്തിൽ മോർദേഖായി ഹാം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു
മിഷനറി ഉണർവ് യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബില്ലി ഗ്രഹാമിന്റെ പിതാവ് അവിടെയുള്ള എല്ലാ കൃഷിക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ യോഗത്തിൽ വലിയ ഉണർവുണ്ടാവാൻ. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നിന്ന് ആരെയെങ്കിലും ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ച് ഭൂലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് വിടാനായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇതിൽ വെച്ച് ബില്ലി ഗ്രഹാം രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. ബില്ലി ഗ്രഹാമിനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളില് ദൈവം അയക്കുവാനായിട്ടിടയായി. അവന്റെ പിതാവ് ആഗ്രഹിച്ചത് ആരെയെങ്കിലും ഒന്ന് വിടാൻ എഴുന്നേൽപ്പിക്കാനാ. എന്നാ ദൈവം തീരുമാനിച്ചു. അവന്റെ ഹൃദയത്തിന്റെ താല്പര്യം അനുസരിച്ച് അവന്റെ മകനെ തന്നെ ലോക സുവിശേഷകനായി എഴുന്നേൽപ്പിക്കുവാനായിട്ട്. ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ആരെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുവാൻ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഗ്രാജുവേഷനിൽ ചിലരുടെ ഹൃദയങ്ങളെ ദൈവം തൊടുന്നത് കൊണ്ട് നമ്മുടെ കരങ്ങളെ എത്തി ദൈവത്തെ സ്തുതിക്കാം. ചിലരെ ദൈവം അയക്കുന്നത് കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ മഹത്വം. ഒരു സുവിശേഷ പ്രവർത്തകനാകുമെന്നോ ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ പിതാവിനെ നിങ്ങൾക്കറിയാമല്ലോ, കുറേ പേരൊക്കെ അറിയും. പരേതനായ തൃശ്ശൂർ ഡിസ്ട്രിക്ട് മിനിസ്റ്ററായ പാസ്റ്റർ എ ജോസഫിൻ്റെ മകനാണ് ഞാൻ. ഞങ്ങൾ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരൊന്നുമല്ല. 40 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദം പാസ്സാകാനായിട്ട് കർത്താവിനിക്ക് അവസരം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ ബൈബിൾ കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു PhD എടുത്ത് ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാകണമെന്ന്. എന്നാൽ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വെല്ലുവിളി ഉണ്ടായി. അവിടെയുള്ളതായിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ സായിപ്പ് ഒരു പ്രൊഫസർ അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ യാതൊരു നടത്തിപ്പുമില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദൈവം അമേരിക്കയിൽ പഠിക്കാൻ ഒരു അവസരം ഒരുക്കിയത് കൊണ്ട് പഠനത്തിൽ, ബൈബിൾ പഠനത്തിൽ തന്നെ വിശ്വസ്തനായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനായിട്ടിടയായി. 13 വർഷം ദൈവത്തിന്റെ വചനം അവിടെ പഠിക്കുവാനായിട്ട് എനിക്കിടയായി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു PhD ബിരുദം എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നെങ്കിലും ഞാൻ പഠിച്ച് ബൈബിൾ പഠനത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ കർത്താവ് എനിക്കിടയാക്കി. കഴിഞ്ഞ് അയക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഇതിനകത്ത് ഉറച്ചു നിന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകിയെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഒരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനം ഒരാവശ്യത്തിലേക്ക് നമ്മെ നടത്തുന്നു. ആ ആവശ്യം ഒരു പ്രത്യേകമായിരിക്കുന്ന ഡിറക്ഷനിലേക്ക്, വഴിയിലേക്ക് നമുക്ക് ചൂണ്ടുപലകയാകുന്നു. അത് ദൈവവേലയോടുള്ള ബന്ധത്തിന് ഒരു കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കാൻ നമുക്കിടയാക്കുന്നു. അതാണ് സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ അന്ത്യം വിജയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിജയ ശ്രീലാളിതരായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ബ്രദർ ജോസ് ആന്റണി, ബ്രദർ പ്രിൻസ് ബെഞ്ചമിൻ, ബ്രദർ ടോണി PP, ബ്രദർ ഷാജി ജോർജ് എന്നിവർക്ക് GTH സർട്ടിഫിക്കറ്റും വടക്കഞ്ചേരിയിൽ എക്സ്റ്റൻഷൻ ക്ലാസ്സിൽ 3 വർഷം പഠനം പൂർത്തീകരിച്ച ബ്രദർ സുകുമാരൻ AK, ബ്രദർ PC ജോൺസൺ, ബ്രദർ UL മാത്യു, ബ്രദർ ജോർജ് തോമസ് K, ബ്രദർ സണ്ണി CV, ബ്രദർ CV മാത്യു, ബ്രദർ KV മുത്തു, ബ്രദർ CA തോമസ്, ബ്രദർ VJ എബ്രഹാം, ബ്രദർ KM മാത്യു എന്നിവർക്ക് ഡെപ്യൂട്ടി സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുവാൻ ബൈബിൾ സ്കൂൾ ഡയറക്ടർ ബോർഡിൻ്റെയും മറ്റ് ഫാക്കൽറ്റിയുടെയും തീരുമാനപ്രകാരം രജിസ്റ്റർ എന്ന നിലയിൽ ഞാൻ ശുപാർശ ചെയ്തുകൊള്ളുന്നു. ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം നൽകുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ
പ്രിയ ജോർജായ മുൻപോട്ട് വന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവം സഹായം. ശാലയം ബൈബിൾ സ്കൂളിൽ 3 വർഷം പഠനം പൂർത്തീകരിച്ച് GT സർട്ടിഫിക്കറ്റ് കൈവാങ്ങുന്നതായ ജോസ് ആന്റണി. പ്രിൻസ് ബെഞ്ചമിൻ. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ബ്രദർ ടോണി PP. ഓക്കെ. ബ്രദർ ഷാജി ജോർജ്. ബ്രദർ KV മുത്തു. ബ്രദർ യുവൽ മാത്യു. ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ബ്രദർ VJ എബ്രഹാം. ബ്രദർ CA തോമസ്. ബ്രദർ ജോർജ് തോമസ് K. ബ്രദർ VA മാത്യു. ബ്രദർ CV സണ്ണി. ബ്രദർ PC ജോൺസൺ. ബ്രദർ KM മാത്യു. ദയവായി പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തോർത്ത് നന്ദിഹൃദയത്തോടില്ലെങ്കിൽ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ദാസന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പോർക്കളത്തിൽ കടന്നുപോയി അനേക ആത്മാക്കളെ നേടുവാനുള്ള കൃപയും അനുഗ്രഹങ്ങളും ദൈവം നൽകണമേ. ദൈവം സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ദൈവമേ കർത്താവിനെ വേല ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകണമേ. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, ദൈവമേ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അനേകർ വിശ്വാസം കടന്നുവരുവാൻ ഇടയാക്കി തീർക്കണമേ. 1-ാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ പ്രവൃത്തികളാലും സമർപ്പിച്ച വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടിയിരുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ പ്രിൻസ് ബെഞ്ചമിൻ. ബ്രദർ ടോണി PP. ബ്രദർ ഷാജി ജോർജ്. താങ്ക് യു പാസ്റ്റർ. രണ്ടാം സമ്മാനം ടോണി PP. ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായതായ ഒരു സഹോദരനും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനൂടെ ഒരു ചെറിയ സമ്മാനം. പ്രിൻസ് ബെഞ്ചമിൻ. ടോണി. ഷാജി ജോർജ്. പ്രിൻസ്.